ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രുചിഭേദങ്ങൾ ചാനല് ഒരു വർഷം തികയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പിന്നെ എല്ലാ വ്യൂവേഴ്സിനും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും സപ്പോർട്ട് ചെയ്യണം. നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ഒരു കേക്ക് നമുക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാം. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ചോക്ലേറ്റ് കേക്ക് തന്നെയാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കുക്കർ കേക്ക് മിക്സ്, കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും കേക്കിൻ്റെ മിക്സ്, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് പേർക്ക് കേക്ക് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, എന്നാൽ ഒരു പേടി ഉണ്ടാവും, കാരണം ബേക്ക് ചെയ്യണത് കറക്റ്റായി വരുമില്ലേ എന്ന്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് 3 ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കറും പിന്നെ ഹാൻഡ് വിസ്കും ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കണേ. ഇന്ന് നമ്മൾ കേക്ക് ചെയ്യാൻ പോണത് ഈ ഒരു പാക്കറ്റിലുള്ള മിക്സ് വെച്ചിട്ടാണ്. ഇത് കുക്കർ കേക്ക് മിക്സ് ചോക്ലേറ്റ് ഫ്ലേവറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് എടുക്കാം. എഗ്ലെസ് ആണ്, വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം. ഇതിലുള്ളത് 175 ഗ്രാമാണ്. പിന്നെ ഈ ഒരു മിക്സ് നമ്മൾ ചെയ്യേണ്ടത് കുക്കറിലാണ്. റൈറ്റ് ടിക്ക് ചെയ്തിരിക്കണ കണ്ടോ, ഓവനിൽ ചെയ്യാൻ പറ്റില്ല, കുക്കറിൽ മാത്രമേ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതാണ് പാക്കറ്റ്. കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ടിന്ന് റെഡിയാക്കി വെക്കുക. അതിനായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി തൂവി കൊടുക്കുക. മൈദ വേണമെങ്കിൽ തൂവാം, ബട്ടർ പേപ്പർ ഉള്ളവർ അത് വേണമെങ്കിൽ വെക്കാം. ഇത് നല്ല എല്ലായിടത്തും കോട്ടാവണ പോലെ മേലെ വരെ എല്ലായിടത്തും ഒന്ന് ഷേക്ക് ചെയ്താൽ കറക്റ്റായിട്ട് അത് കോട്ടായിക്കോളും. ഇനി ഇത് കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഉള്ളതൊക്കെ പോവും. കണ്ടില്ലേ? നിങ്ങളുടെ കയ്യിൽ കേക്ക് ടീൻ ഇല്ലെങ്കിലും വിരോധമില്ല. ഇതേപോലെ നല്ല ഹൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിൽ വേണമെങ്കിൽ ചെയ്യാം. ഇത് ടിഫിൻ ബോക്സിൻ്റെ ആണ്, ഇങ്ങനത്തെ ഉള്ളതിലും വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഇനി കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്കത് കുക്കറിൽ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നൊരു കാര്യം, ആ പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മിനിമം ഒരു 3 ലിറ്ററിൻ്റെ കുക്കറെങ്കിലും വേണം ഉണ്ടാക്കാനായിട്ട്. ഇപ്പം 3 ലിറ്ററിൻ്റെ കുക്കറൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ വീട്ടിലും ഉണ്ടാവും അല്ലേ. സ്റ്റാൻഡ് നല്ല ഹൈറ്റ് ഉള്ളതാണെങ്കിൽ ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ കേക്ക് ടിൻ വെക്കാം. ഇപ്പോൾ എൻ്റെ സ്റ്റാൻഡ് ചെറുതായതുകൊണ്ട് ഞാൻ ഒരു പാത്രം കൂടെ വെക്കുകയാണ് ഇതിൻ്റെ മുകളിലായിട്ട്. ഞാൻ ഈ ഒരു പാക്കറ്റ് കട്ട് ചെയ്ത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഓരോ കേക്ക് മിക്സ് ബ്രാൻഡും ഓരോ ഇൻസ്ട്രക്ഷൻസാണ് കൊടുക്കുക, അതിപ്രകാരം വേണം ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ആകെ ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ എണ്ണ, 100 മില്ലി ലിറ്റർ പാല്. ഇനി ഇത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള വിസ്ക് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഒരു 6 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇലക്ട്രിക് ബീറ്റർ വെച്ച് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് കുറച്ചുകൂടെ നന്നായിരിക്കും എന്നാണ് പറയണത് അവർ. നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇനി ഈ കേക്ക് ബാറ്റർ നമ്മൾ ഈ കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. ഈ കേക്ക് ടിന്ന് പതുക്കെ കുക്കറിനകത്തേക്ക് വെക്കാം. വിസിൽ വെക്കാതെ ഒരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. 30 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് കുക്കായിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്കിത് എടുത്ത് പുറത്ത് വെക്കാം. കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അൺമോൾഡ് ചെയ്യാം. അതിനായിട്ട് ജസ്റ്റ് ഒരു കത്തി വെച്ച് ഇങ്ങനെ ഒന്ന് റൺ ചെയ്ത് കൊടുത്താൽ മതി. നല്ല സൂപ്പറായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡിയായി. ഈ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് നമുക്ക് ഐസിങ് ചെയ്യാം. ഈ കേക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനിന്ന് നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഇതിൽ ഐസിങ് ചെയ്യണമെന്നേ ഉള്ളൂ. ഒന്ന് ലെവൽ ചെയ്യാം.
ഈ ഒരു പോർഷൻ ഞാൻ കാണിച്ചു തരാം. എത്ര സോഫ്റ്റാണ് നോക്കൂ. കണ്ടോ, തൊടുമ്പോഴേക്കും പറഞ്ഞു പോകുന്നുണ്ട്. ഒരു നേരം കേക്കൊക്കെ കഴിക്കണമെന്ന് പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യാൻ ഒട്ടും അറിയാത്തവർക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കാം. ഇനി ഇത് ഐസിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. നന്നായിട്ട് തണുപ്പിച്ചെടുത്തു കേക്ക്. ഇനി നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്യാം. രണ്ടായിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്കിതിൽ ഐസിങ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ മെത്തേഡിൽ നമ്മൾ ഫ്രഷ് ക്രീം ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ വെക്കണ പാത്രത്തിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതുമാത്രമല്ല, ഈ അടിയിൽ നമ്മൾ ഒഴിച്ചിരിക്കുന്ന ആ വെള്ളം ഈ പാത്രത്തിൽ ടച്ച് ചെയ്യാനും പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഫ്രഷ് ക്രീം ഒരുപാട് തിളക്കിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ചൂടായ ഫ്രഷ് ക്രീം ഈ ചോക്ലേറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിക്കണം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഈ ഫ്രഷ് ക്രീമിൻ്റെ ചൂടിൽ തന്നെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽട്ടായി വരും. 5 മിനിറ്റ് കഴിഞ്ഞു, തുറക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽട്ടായി ഈ ഫ്രഷ് ക്രീമിൻ്റെ ചൂട് കൊണ്ട് തന്നെ. നിങ്ങൾക്ക് ഗ്ലേസിങ് കിട്ടാനായിട്ട് വേണമെങ്കിൽ ബട്ടർ ചേർക്കാം. നല്ലൊരു ഷൈനിങ് വരും ചോക്ലേറ്റ് ഗനാഷിന്. നമ്മൾ ഇടേണ്ട ബട്ടർ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വിസ്ക് വെച്ച് ചെയ്യണമാണ് നല്ലത്. ഇനി കുറച്ച് ഗനാഷ് എടുത്തിട്ട് നമുക്ക് ബോർഡിന്റെ സെന്ററായിട്ട് ഒന്ന് തേച്ചു കൊടുക്കാം. ഫസ്റ്റ് ലെയർ കേക്ക് വെക്കാം. ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് പഞ്ചസാരയും വെള്ളവും കൂടെ നന്നായിട്ട് അലിയിപ്പിച്ചെടുത്തിട്ട് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചാണ്. എപ്പോഴും ഷുഗർ സിറപ്പ് നല്ല തണുപ്പുണ്ടാവണം. അടുത്ത നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് അപ്ലൈ ചെയ്യാം. എല്ലാവരും കേക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണത്. ഇനി ഞാൻ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. വീണ്ടും ഷുഗർ സിറപ്പ്, വീണ്ടും ഗനാഷ് അപ്ലൈ ചെയ്യാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു കോട്ട് കൂടെ ചെയ്തിട്ട് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്തു. ഇനി നമുക്ക് വീണ്ടും ഒരു കോട്ട് കൂടെ ഇടാം. കേക്ക് ഇന്നേവരെ ഉണ്ടാക്കാത്തവർ വേഗം തന്നെ അതേപോലെ വാങ്ങി ഉണ്ടാക്കി ഇതേപോലെ ഐസിങ് ഒക്കെ ചെയ്ത്, ഐസിങ് ചെയ്തില്ലെങ്കിലും വിരോധമില്ല, ഒരു പിക്ചർ എടുത്ത് എൻ്റെ മെയിൽ ഐഡിക്ക് അയച്ചു തരണം കേട്ടോ. ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പല ഫ്ലേവേഴ്സിൽ ഈ കേക്ക് മിക്സ് വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് കേക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇതേപോലുള്ള മിക്സ് വാങ്ങി ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം പറയണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണേ. താങ്ക് യു ഓൾ.